നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യം, നമുക്ക് നല്ല വിശപ്പുണ്ട്. റോഡ് നടന്നു പോകുന്നു. തൊട്ടടുത്ത ഹോട്ടലിൽ നിന്നും ഭക്ഷണത്തിന് നല്ല സ്മെല്ലും പിന്നീട് അത് കഴിക്കാനുള്ള ആഗ്രഹവും. നമ്മളിൽ പൈസ ഇല്ല. നമ്മൾ എന്താണ് കയ്യേറി എടുക്കാത്തത്? രണ്ട് കാര്യമാണ്. ഒന്ന്, നമ്മളങ്ങനെ കയ്യേറി എടുത്താൽ ജനങ്ങൾ പ്രതികരിച്ച് കൈ വയ്ക്കുമ്പോൾ പേടി. മറ്റൊന്ന്, ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ കള്ളനായി പോകുന്നത്. ആ രണ്ട് പേടി ഉള്ളതുകൊണ്ടാണ്. ആ രണ്ട് പേടിയില്ലെങ്കിൽ ഏത് ഹോട്ടലിൽ കയറി നമ്മൾ കൈയിട്ട് വരും. അതുപോലെയാണ് കൊച്ചു കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ഒരു 15 വയസ്സുള്ള കുട്ടികൾ ആണായാലും പെണ്ണായാലും എന്തും അറിയാനുള്ള ജിജ്ഞാസയുണ്ട്. അതൊരു വാസന, ഒരു ജന്മവാസനയാണ്. അത് അവർ ആഗ്രഹം എന്നിട്ട് മടക്കി വെച്ച് കാരണന്മാരെ പേടിച്ചും അല്ലെങ്കിൽ മറ്റ് സമൂഹത്തെ പേടിച്ചാണ്. ഇപ്പം പേടിയിടില്ല. കാരണന്മാർക്ക് പേടിയില്ല. കാരണന്മാർ കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ എങ്ങനെ കാരണന്മാർക്ക് എങ്ങനെ ഉപദേശിക്കാൻ പറ്റും? അവസാനം ഇങ്ങനെ 5, 7, 8, 10 വയസ്സുള്ള കുട്ടികൾക്ക് ഗർഭം ധരിച്ച് കുട്ടികളെ പ്രസവിക്കണം. പണ്ട് കാലത്ത് കുട്ടികൾക്കൊക്കെ ഈ മെൻസസ് പീരീഡ് ആകാതെ ലൈംഗിക ചെയ്യാമെന്ന് പലർക്കും അറിയില്ലായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാം അറിയാം. എന്നാൽ നെറ്റിൽ കിടക്കല്ലേ. വളരെ ഒരു തലമുറ വലിയ അധംഭവത്തിലേക്ക് പോകണം. ഞാൻ ഇത് പറയാൻ കാരണം, ഇന്ന് ഞാൻ ഈ ഞായറാഴ്ച ദിവസം എൽപ്പം ഈ മറൈൻ്റെ ഭാഗത്തേക്ക് ഈ പാർക്കിൽ പോയി ഒരു 3/4 മണിക്കൂർ ഇരിക്കും. അപ്പോൾ വരുന്നവർ ഒരു വീക്ഷിക്കണം, അവരുടെ ഡ്രസ്സ് അല്ലെങ്കിൽ ചെരുപ്പിൻ്റെ രീതി, മൊത്തത്തിൽ വീക്ഷണം, അവരുടെ പെരുമാറ്റ രീതിയൊക്കെ. അപ്പോൾ 2 അമേരിക്കൻ ആണ് മലയാളികൾ തന്നെ, ഒരു 35-30 പ്രായമുള്ള 2 ദമ്പതികളെ തോന്നുന്നു, ആണും പെണ്ണുമാണ്. അങ്ങനെ പറഞ്ഞ് പരിചയം കൂടുതൽ മലയാളി കൂടെ. ഞാൻ ഒരു കാര്യം ചോദിച്ചോടെ, സർ, ഇപ്പം ഈ മറൈൻ ഇൻ്റർവ്യൂവിലേക്ക് ആണും പെണ്ണും ഒക്കെ വരുന്നുണ്ട്. അത് വരുന്നത് എല്ലാം പിന്നെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ മാത്രമാണോ, അതെയോ സ്വവർഗത്തിലെ സുന്ദരന്മാരും സുന്ദരികളെ ആൾക്കാരെ കൂടി കാണാനുള്ള ലക്ഷ്യം? ആ 2 ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ ആ ജോഡി വളരെ തുറന്ന് പറഞ്ഞു, സാറേ, ഞങ്ങൾ പ്രകൃതി ഭംഗി ആസ്വദിപ്പതിന് ഇതും കൂടി പ്രതീക്ഷിക്കണത്. ഇത് ഞാൻ പറയാൻ കാരണം, ഈ സ്റ്റേഡിയം യൂസേജ് ഫോറത്തിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ നടത്തം ഒരു സൈഡിൽ മറ്റു സൈഡിലേക്ക് ആക്കാൻ വേണ്ടി ശ്രമം നടത്തി. നമ്മൾ കാറ് പാർക്കിംഗ് ഇങ്ങനെ പാരലായിട്ട് വയ്ക്കാൻ ഒരുപടി പരിഷ്കാരം വെച്ച് ലിസ്റ്റ് കൊടുത്ത്, അത് നടത്തം രണ്ട് സൈഡിൽ തോന്നിയ പോലെ നടക്കുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴേ ഒരാഴ്ച കഴിഞ്ഞ് റിസൾട്ട് എന്നോട് പറഞ്ഞില്ല, എൻ്റെ സെക്രട്ടറി വിളിച്ച് എബി ജോർജ് വിളിച്ചു പറഞ്ഞിട്ട് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥ പറഞ്ഞു, സാറേ, ഈ രാവിലെ നടക്കാൻ വരുന്നവർ നടത്തം മാത്രമല്ല പരസ്പരം കാണാനുമുള്ള ആഗ്രഹമുണ്ട് പറഞ്ഞു. ഞാൻ വേണ്ടിയില്ല. ഇതാണ് സെക്സ് അല്ലെങ്കിൽ ലൈംഗിക ശാസ്ത്രം പറഞ്ഞത്. അത് നമ്മൾ ഇല്ലാതെയാവുമോ? അതാണ് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ പോകുന്നത്. തലമുറയും സമൂഹവും വളരെ അധംബരത്തിലേക്ക് പോകണം. അത് ഞാൻ ആമുഖവാണികൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇന്നത്തെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇന്ന് ഞാൻ ആലുവയിൽ നിന്ന് എറണാകുളത്ത് മെട്രോയിൽ പോരുമ്പോഴും എല്ലാം അനുഭവം വരാണ്. അവിടെ ഈ വികലാംഗർക്കും അല്ലെങ്കിൽ പ്രായമുള്ളവർക്ക് സീറ്റ് റിസർവേഷൻ ഉണ്ട്. അതിൽ ഇൻഷുറൻസ് പോളിസിയെ കുറിച്ച് പരസ്യം കൊടുത്തേക്കാണ്. നല്ല കാര്യം. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട്, ഞങ്ങൾ ഈ മനഃശാസ്ത്ര കൂട്ടായ്മയുള്ള, അത് മനഃശാസ്ത്രമായിട്ടൊന്ന് വിശകലനം ചെയ്തപ്പോഴും ഒരു 25 മിനിറ്റ് കിട്ടും. കിട്ടിയ മറുപടി എന്നറിയോ? പണ്ട് കാലത്തൊക്കെ പ്രായമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ രോഗിയായി കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ ആ സമൂഹം സംരക്ഷിക്കുമായിരുന്നു. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് അവൻ്റെ കടമയാണ് സ്വന്തം സമുദായത്തിലോ അല്ലെങ്കിൽ അയൽവക്കോ എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചാൽ അവരെ സംരക്ഷിക്കാറുള്ളൂ. അയൽവക്കാരും മുസ്ലിം എന്ന് പറയുന്നില്ല, സ്വന്തം സമുദായമോ അല്ലെങ്കിൽ അയൽവക്കോ സഹായിക്കാന്നുള്ളത്. ഇന്നതില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായമാണെങ്കിൽ വാർദ്ധക്യത്തിലോ അല്ലെങ്കിൽ അസുഖം കിട്ടുമെങ്കിൽ നിങ്ങൾ ഇൻഷുർ ചെയ്തോളണം. അപ്പോൾ സർക്കാർ നിങ്ങൾക്ക് ഇൻഷുറൻസ് അനുവദിക്കും. അതുപോലെ ബസ്സിൽ കയറിയാൽ ഗർഭിണികൾക്ക് പ്രത്യേകിച്ച് റിസർവേഷൻ ഉണ്ടായില്ല, വയസ്സായവർക്ക് ഉണ്ടായില്ല. അവരങ്ങനെ ഇളം തലമുറ മാറിക്കൊടുക്കുന്നത്. ഇപ്പം മാറിക്കൊടുക്കില്ല. അതുകൊണ്ട് നിയമം മൂലം വേണ്ടത്. അപ്പോൾ ആ തലമുറയുടെ മാനസികാവസ്ഥ തളർന്നു പോയി. അതുപോലെ നമ്മളില്ല, പണ്ട് ഡാർക്ക് ഏജ് ഉണ്ട്, മോഡേൺ ഏജ് ഉണ്ട്. ജനിച്ചു കഴിഞ്ഞാറ്റ് ശേഷം ജീവയുടെ കുഴിച്ചുവിടുന്ന കാലം ഉണ്ടായത് ഡാർക്ക് ഏജ്, അന്ധകാര യുഗം, ഇരുണ്ട യുഗം. ഇന്ന് മോഡേൺ ഏജ്, ആധുനിക ഏജാണ്. ഇവിടെ നിന്നാണ് ജനിക്കാൻ പോലും അവസരം കൊടുക്കാനുള്ള പെൺകുട്ടികൾക്ക്.
അപ്പോൾ ആ തലമുറയാണോ ഈ തലമുറയാണോ നല്ലത്? ചിന്തിച്ചു നോക്കുക. തലമുറ വളരെ മോശമായി. അതാ നിങ്ങൾ ഇൻഷുർ ചെയ്യണം നിർബന്ധമായിട്ടും. എങ്കിലും നിങ്ങൾക്ക് വാർദ്ധക്യത്തിൽ അല്ലെങ്കിൽ അസുഖം വന്നാൽ രക്ഷ കിട്ടുള്ളൂ എന്നുള്ള ആയിപ്പോയി. അത്ര കണ്ട് സ്വാർത്ഥയായിപ്പോയി മനുഷ്യവർഗം. അത് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഇങ്ങനെ പൊളിറ്റിക്സിലേക്ക് വന്നാൽ ഇപ്പോൾ ലാലു പ്രസാദ് യാദവ് ബീഹാറിൽ ഇലക്ഷൻ നടക്കുന്നു, അവർ ഭരണം കിട്ടാൻ സാധ്യതയൊക്കെ പറഞ്ഞു. പണ്ട് യാദവ്, ബ്രാഹ്മിൻസ്, മുസ്ലിം എന്നൊരു 3 അക്ഷരത്തിൻ്റെ ഷോർട്ടായത്. ഇന്നിപ്പോൾ ലാലു മാറി മകൻ വന്നപ്പോഴേ ആ മുസ്ലിം എന്ന് വാക്കി എടുത്തു കളഞ്ഞു, കാണുന്നില്ല. ചോദിച്ചപ്പോൾ ലാലു പറയുന്ന അറിയാം, അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടില്ലാന്നാണ്. ഏടോ ലാലുവിൻ്റെ മോനെ, ലാലു എന്ന് ഞാൻ പറയാൻ കാരണം ഞാൻ ആ പാർട്ടിയുടെ കേരളത്തിലെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റായിട്ട് അത് പറയുന്നത്, അത്ര ബന്ധമുണ്ട്. ഓരോ ഞാൻ മുസ്ലിം സമുദായത്തിൽ പ്രത്യേകം പറഞ്ഞു, ഓരോ നേതാക്കളുടെയും വർഗത്തിൻ്റെയും സ്വഭാവം നിങ്ങൾ കണ്ടുപിടിക്കും. 20% ഉണ്ട് മുസ്ലിങ്ങൾ ബീഹാറിൽ. രാഹുൽ ഗാന്ധി മറ്റ് ലാലുവിൻ്റെ മകന് ആണല്ലോ ഇപ്പോൾ അവിടുത്തെ മെയിൻ ഇത്. അവർ രണ്ടായിട്ടല്ലോ 20% മുസ്ലിങ്ങളിൽ അതിൽ 99.9% വോട്ട് ഈ ലാലുവിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നണിക്ക് ചെയ്യും. കാര്യം ഒവൈസിക്ക് വന്നിട്ടുണ്ടെങ്കിലും അത്ര വോട്ടൊന്നും മാറിപ്പോവില്ല. എന്നിട്ട് അതിലൊരു മുഖ്യതയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല മുസ്ലിം സമുദായത്തിൽ നിന്ന്. പക്ഷേ അതിൽ വളരെ കുറച്ചൊരു വിഭാഗമാണ് അവിടെ മുക്കുമ്പതർ. അവരിലൊരു ആളെ മുഖ്യതായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവൻ്റെയൊക്കെ തന്തയില്ലായ്മയും പിന്നെ അവൻ്റെയൊക്കെ മനസ്സിലും മനസ്സിലായില്ലേ. ഇത് തന്നെയാണ് ഇന്ത്യയിൽ മുഴുവൻ കാണുന്നത്, കേരളത്തിൽ ഇത് തന്നെയാണ്. ഈ സമുദായം എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഭയങ്കര പിന്നെ ഒരു മനുഷ്യനല്ലാത്ത രീതിയിലാണ്. ഇപ്പോൾ ഒരു നിരീശ്വരവാദിയായ ഒരു കള്ളനുണ്ടല്ലോ, ബാലചന്ദ്രൻ്റെ കോപ്പാനുണ്ട്. അവൻ്റെ പ്രസ്താവന നിരീശ്വരവാദിയാവുമ്പോൾ എല്ലാത്തിനും വിമർശിക്കണം, എല്ലാ മതത്തെയും മോശം. ഇത് മുസ്ലിം ഇസ്ലാം മതത്തെ കുറിച്ച് മാത്രമാണ് പരമ യുക്തിവാദി നിരീശ്വരവാദിയാണ്. എന്തൊരു തോന്നിയാസം പറയുന്നത്. നമ്മളിതൊക്കെ കുറേ വർഷം 10-30 വർഷം കണ്ടുകൊണ്ടിരിക്കുക വിട്ട് കളഞ്ഞ കേസ് അന്ന് നമ്മൾ കിട്ടില്ല. ഇപ്പം നമ്മൾ പറയുന്നത് കൊത്തി കൊത്തി മുറത്തിലേക്ക് ഒത്തുവരുന്നു. അതിൽ ശക്തമായി പ്രതികരിക്കാൻ പറ്റുന്നില്ല ഈ സമുദായത്തിന്. എനിക്ക് എന്നെപ്പോലെ ടീമെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ കണ്ടിരിക്കാൻ പറ്റില്ല. നമ്മെ സെബീലെ മില്ലത്ത് എന്ന് വെച്ചിട്ടൊരു പദവി മുസ്ലിം സമുദായം എനിക്ക് തന്നിട്ടുണ്ട്. അത് വലിയതൊന്നുമില്ല. പക്ഷെ എനിക്ക് സാമൂഹ്യ നീതിയിൽ പ്രവർത്തിക്കുന്ന മൊയ്തീൻ ഷാ ഗ്രൂപ്പിനും എല്ലാവർക്കും നീതി വേണമെന്ന് പറയുമ്പോഴും മുസ്ലിങ്ങൾ കൂടി വേണം. അതാണ് അവരുടെ കാര്യം പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക് കേരളത്തിലെ അവസ്ഥ, ഇന്ത്യയിലെ അവസ്ഥ. ഇപ്പം മുസ്ലിം ലീഗ് ഇത് 30 സീറ്റായിട്ട് മുസ്ലിം ലീഗിൽ കൊടുക്കണമെന്നോ കൊടുക്കാമെന്നൊക്കെ എന്തോ ധാരണയുണ്ട്. ഞാൻ പറയുന്നുണ്ട്, ഈ കോൺഗ്രസ്സുകാർ കള്ളന്മാരോട് പറയുന്നത്, നിങ്ങൾ മുസ്ലിം ലീഗിനല്ല കൊടുക്കേണ്ടത്. അവർക്ക് 20 സീറ്റ് തന്നെ വളരെ കൂടുതലാണ്. ജനസംഖ്യ രീതി വെച്ച് നോക്കിയാൽ 5-1 മുസ്ലിങ്ങളാണ് ലീഗ് അനുഭാവികളുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ മുസ്ലിങ്ങൾ അനുവദിച്ച സീറ്റ് 5-1 കിട്ടുള്ളൂ. പോട്ടെ, 20 സീറ്റ് കൊടുത്തു കഴിഞ്ഞു, ഇനിയിപ്പോൾ പറയണ്ട. ബാക്കി സീറ്റ് ആർക്ക് കൊടുക്കണം? മുസ്ലിം ലീഗിനല്ല കൊടുക്കേണ്ടത്. ഈ സമുദായത്തിലെ പ്രവർത്തകരും നേതാക്കളുണ്ട് പാർട്ടിയിൽ, കോൺഗ്രസ് മുന്നണിയിലൊക്കെ, അവർക്ക് കൊടുക്കേണ്ടത്. നിങ്ങൾ ഒരു 2-3 സീറ്റിന് ലീഗിന് കൊടുത്ത് ലീഗ് നോക്കും. പണ്ട് ഞാൻ ഒരു മൂത്താശ്ശേരി പറഞ്ഞു, എന്താ പറഞ്ഞ മൂത്താശ്ശേരി ഭാര്യയോട്, മക്കളെ പട്ടികരിലേ എന്ന്. ഇത് കേട്ട് ഭാര്യ വരുന്ന മുഴുവൻ ഭക്ഷണം ഉണ്ടാക്കുന്ന മുഴുവൻ മക്കൾക്ക് കൊടുക്കും, ഭർത്താവ് കൊടുക്കൂല. അങ്ങനെ ഭർത്താവ് രോഗം വന്ന് പണിയില്ലാതെ ഇപ്പം മക്കൾ പട്ടിണിയായി. അപ്പോൾ നിങ്ങൾ ഈ ലീഗിനെ കണ്ട് എല്ലാം ലീഗിന് കൊടുത്തുകൊണ്ട് തടി ഒട്ടാക്കാന്ന് കോൺഗ്രസ് കള്ളന്മാരെ കോൺഗ്രസ് നമ്പറാണ്, കോൺഗ്രസ് നേതാക്കളോട് പറയാണ്. അത് കേന്ദ്രം പോലെ സ്റ്റേറ്റ് വരും. എനിക്കിനിയൊന്നും കുറച്ച് വയ്ക്കുന്ന കാര്യമൊന്നുമില്ല. നിങ്ങൾ കൊടുക്കണം, മുസ്ലിം ലീഗിന് കൊടുക്കണം. ആ പേര് മാറ്റി വേണം. പേര് മാറ്റി വന്ന് നിങ്ങൾ മുഴുവൻ സീറ്റ് കൊടുത്ത് കുഴപ്പമില്ല. മുസ്ലിം എന്ന പേര് വെച്ച് നിൽക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ നിങ്ങൾ അവർക്ക് കൊടുക്കുക 20 സീറ്റ് മാക്സിമമാണ്. അത്ര തന്നെ കൊടുക്കാൻ അർഹരല്ല. എങ്കിലും പോട്ടെ, കൊടുത്തു പോയില്ലേ. ഇനിയിപ്പോൾ അവർക്ക് കൊടുത്തത്. ഞാൻ പറഞ്ഞല്ലോ, ഈ കോൺഗ്രസ്സുകാരോട് പറഞ്ഞു, എടോ അങ്ങനെ മുസ്ലിം ലീഗ് ആണ് മുസ്ലിങ്ങൾ മുഴുവനെങ്കിൽ, അല്ലെങ്കിൽ 90% എങ്കിൽ, പാലക്കാട് മുതൽ കാസർഗോഡ് ആ ഉത്തര മേഖലയിൽ 65 സീറ്റിൽ കോൺഗ്രസിൽ മത്സരിച്ച് ലീഗ് മത്സരിച്ച സീറ്റ് വേറെയാണല്ലോ. അവിടെ 50% മുസ്ലിങ്ങൾ മണ്ഡലമാണ്. ഇത് 5 സീറ്റിലാണ് ജയിച്ചത്. അവിടെ ലീഗ് നിങ്ങൾ ജയിക്കട്ടില്ലേ, കോൺഗ്രസ് ജയിക്കട്ടില്ല. ലീഗിൽ കാല് വരില്ല, അവർ വോട്ട് ചെയ്യും. മറ്റ് പല നേതാക്കളെക്കാൾ വളരെ മാന്യമാണ് ലീഗിൻ്റെ നേതാക്കൾ, അത് ഒരു സംശയമില്ല. പക്ഷേ ഈ മുസ്ലിം എന്ന പേര് മാറ്റത് മാത്രം എനിക്ക് പരാതിയുള്ളൂ. അത് മാറ്റാതെ നിങ്ങൾ സീറ്റ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു വിഭാഗം എതിര് വരും. അത് ശ്രദ്ധിക്കണം. കേരളത്തിൽ തന്നെ മറ്റു അവസ്ഥയിൽ തന്നെ. ഞാൻ ലാലുവിനോട് പറഞ്ഞു, മറ്റേ ഇപ്പോൾ എന്താണ്
രാഹുൽ ഗാന്ധിയോട് പറഞ്ഞാണ്, രാഹുൽ ഗാന്ധിക്കോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി ഈ ഒരു വർഗം ഇന്ത്യയിൽ ഉണ്ടെന്നുള്ള ചിന്തയില്ലെന്നേ. തൊട്ടിനും പിടി ഒരു പേര് പറയാൻ പോലും മടിക്കാണ്. അതെന്താണെന്നോ, ഈ കത്തോലിക്ക കോൺഗ്രസ് ഇപ്പോൾ അന്തോണി പോയ അന്തോണി ഒരിക്കലും ഭൂരിപക്ഷ സമുദായത്തിൽ പടങ്ങാതിരിക്കാൻ വേണ്ടി മുസ്ലിങ്ങളെ കുറിച്ച് പറയുമോ, മുസ്ലിംകാരെ ചെയ്യില്ലല്ലോ, ഒരിക്കലും ചെയ്തിട്ടില്ലല്ലോ. അതിനേക്കാൾ കൂടുതൽ EMS ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, ഈ അന്തോണിയുടെ കാലത്തും EMS കാലത്തും ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ LDF അനുകൂലമല്ല, UDF അധികാരത്ത് വേണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഈ നിമിഷം. LDF നിലനിൽക്കുന്നത് തന്നെയാണ്, ഒരു സംശയമില്ല. CH മുഹമ്മദ് അറിയാലോ, മുഖ്യമന്ത്രിയായിട്ട് ഒരു മണ്ഡലക്കാൽ നിർത്തിയുള്ളൂ. അപ്പോഴേക്ക് ആന്റണി കാലുവാരി താഴെ ഇറക്കി. അവരൊക്കെ നാണം കടത്തപ്പണി തിരുവരങ്ങാടിയിലേ പോയി 99% മുസ്ലിങ്ങളെടുത്ത് ഇന്ന് ജയിപ്പിച്ചെന്നാണ്. അതേ സ്ഥാനത്ത് നമ്മുടെ ബുദ്ധിയില്ലാത്ത മുരളീധരൻ നിന്ന് അവർ കോൺഗ്രസ് കാലുവാരി. വേറെ ഇവിടെ നിന്നാലും കാലുവാരി അറിയാം. അതുകൊണ്ട് ഉറപ്പുള്ള സീറ്റിലാണ് തിരുവങ്ങാടി പോയത്. എന്നിട്ട് ആ CH മുഹമ്മദ് മുഖ്യമന്ത്രി ഒരു വീട് കിട്ടിയിട്ട് ഒരു മണ്ഡലക്കാലം തീർന്നുമായിട്ട് അയാൾ താഴെ ഇറക്കി പോട്ടെ. പക്ഷെ ആ CH മുഹമ്മദ് സാഹിബ് പറഞ്ഞൊരു കാര്യം, ചന്ദ്രശേഖരൻ ML എന്ന് എൻ്റെ ഓർമ്മ, പേര് തെറ്റിട്ട് ചോദിക്കണം, അസംബ്ലിയിൽ അന്ന് EMS മന്ത്രിസഭയിലാണ് ഈ CH മുഹമ്മദ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. കോൺഗ്രസ് ചിലപ്പോൾ കുറച്ച് തൊപ്പുപോയി സ്പീക്കറാക്കിയാതെ നിങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ ആ ചന്ദ്രശേഖരൻ പറഞ്ഞ ആൾ, പേര് തന്നെ ശ്രമിക്കണം, അദ്ദേഹം അസംബ്ലിയിൽ പറഞ്ഞ് ഇപ്പോൾ കൊട തറപ്പ് ചെയ്ത മുസ്ലിങ്ങളൊന്നും റോട്ടിൽ കാണുന്നില്ല, അതെല്ലാം CH മുഹമ്മദ് ഉണ്ട്, ഈ അറബി മുൻഷാക്കിയെന്ന്. അപ്പൊ ശക്തനും ധീരനുമായ CH മുഹമ്മദ്, നിങ്ങൾ ലീഗരെ നിങ്ങൾ മനസ്സിലാക്കണോ. CH മത്സരം 35 വർഷമൊറ്റമായി. ഈ 35 വർഷത്തിൽ പകുതിയിലധികം സമയം നിങ്ങൾ ഭരണത്തിലുണ്ടായിരുന്നു. എന്തെങ്കിലും അറിയപ്പെടുന്നതിൽ ഈ സമുദായത്തിൽ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ കുറെ കോളേജ് ഉണ്ടാക്കി, കുറെ സമ്പാദിച്ചല്ലത് സമുദായത്തിൽ ഉണ്ടാക്കിയിട്ടോ? ഒരു നല്ല കോളേജ് അല്ല എന്തും ചെയ്തിട്ടുണ്ടോ? എന്താണ് CH പറഞ്ഞത്? അങ്ങനെ കൊത്തി നടന്ന ആൾക്കാർ അധ്യാപകനാണ്, അവന് യോഗ്യതയുണ്ട്. മാത്രമല്ല എൻ്റെ വർഗം, എൻ്റെ സമുദായം, എൻ്റെ അല്ലെങ്കിൽ അനുഭാവികൾ, അവർ എല്ലാ കാലത്തും വെറുവെട്ടികളും മരംകൊരികളായി പറ്റില്ല, അവർക്കും വേണം അധികാരത്തിൽ പങ്ക്. അങ്ങനെ ധൈര്യമായിട്ട് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു CH മുഹമ്മദ് സാഹിബ്. അയാൾ ലീഗായെന്ന് പറയുന്നത്. 30 വർഷം കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു സംഭവം ഈ മുസ്ലിം ലീഗിൽ, ഇന്നത്തെ മുസ്ലിം നേതാക്കൾക്ക്, കാരണം കുഞ്ഞാക്കയുടെ കയ്യിൽ പോയി നല്ല ബിസിനസ്സായി. കുഞ്ഞാക്ക എന്താ ഒരു മഞ്ഞളാംകുഴിയിലെടുത്ത് ഒരു അഹമ്മദ് സാഹിബിനെ എടുത്ത്, മരിച്ചു അഹമ്മദല്ല, മറ്റേ ബിസിനസ്സുകാരൻ ഒരു MBA എടുത്തല്ലേ, വില 10 കോടിക്ക് എടുത്തില്ലേ. ആ 2 പണക്കാരെ ഏൽപ്പിച്ച് കുഞ്ഞാക്ക 3 പണക്കാർ വന്നോടി എല്ലാത്തിനും ഒതുക്കി ഇബ്രാഹിം അഹമ്മദ് കബീറിനെ ഒതുക്കി, അതിനെ മുനീറിനെ ഒതുക്കി കുഞ്ഞാക്കായും പാർട്ടി മാത്രമായി. അത് മറ്റൊരു പിണറായിയാണ്, സതീശൻ മറ്റൊരു പിണറായിയാണ്. ഒക്കെ ധിക്കാരികൾ, അഹങ്കാരികളാണ്. കുഞ്ഞാക്കൊക്കെ ഉണ്ട് അഹങ്കാരം. എന്നറിയോ, എൻ്റെ ഗ്രൂപ്പ് മാത്രം മതി കൊണ്ട് തോന്നുന്നു. അത് വേറെ കുഴപ്പമില്ല. അത് 30 വർഷം ഈ മുസ്ലിം ലീഗിൻ്റെ ഇന്നത്തെ ജീവിച്ച നേതാക്കൾ എന്തെങ്കിലും സമുദായത്തിന് പേടിച്ചിട്ടുണ്ടോ? അവരെ ആൾക്കാർക്ക് ഇതല്ലാതെ. അതിൻ്റെ ഉദാഹരണം പറഞ്ഞാണല്ലോ അറബിക് സർവകലാശാല. പല വർഷം പറഞ്ഞാണ്, എന്ത് സംഭവിച്ചു നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെയല്ല, CH മഹാനായ എന്ന് നമ്മൾ പറയാൻ കാരണം അദ്ദേഹം മനുഷ്യസ്നേഹിയായിരുന്നു, അഴിമതിക്കാരനായിരുന്നില്ല. അദ്ദേഹം കോടികൾ സമ്പാദിച്ചില്ല. ഇത് അങ്ങോട്ട് മാറി നിന്ന് ഒരു ഫണ്ട് രൂപയ്ക്കും 10 ലക്ഷം കുഞ്ഞാലിക്കുട്ടി അടിച്ചെങ്കിലും മകനോട് വിളിച്ചാൽ മോൻ 10 ലക്ഷം കൊടുക്കും. അങ്ങനെ കൊടുക്കാൻ കപ്പാസിറ്റി മുനീറിൻ്റെ കയ്യിലും ഇല്ല, CH കയ്യിലും ഉണ്ടായില്ല. അദ്ദേഹം പാർട്ടി വിറ്റ് കാശുണ്ടാക്കിയില്ല. ഒരു കുഞ്ഞാക്കയുടെ ടീമും പാർട്ടിയിലെ മുസ്ലിങ്ങളെ വിറ്റ് സമ്പാദിക്കായിരുന്നു. അത് കോൺഗ്രസ് കുറെ കൂട്ടും നിന്നു. ഇനി അത് വേണ്ട, കുഞ്ഞാക്കായാലും വേണ്ട, ആരും ഇനി അത് വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവനുസരിച്ച് ആഗ്രഹം വാങ്ങിച്ചോ ഒരു കുഴപ്പമില്ല. പക്ഷെ അല്ലെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് മുസ്ലിം എന്ന പേര് മാറ്റണം. അതിന് ദേശീയധാരയിൽ വേണം. ദേശീയധാരയിൽ വന്നിട്ട് കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കും. ഒരു കുഴപ്പമില്ല. മുസ്ലിങ്ങൾക്ക് നല്ലൊരു ശമ്പളം നിങ്ങളുടെ കൂടെ വരികയും ചെയ്യും. അത് കോൺഗ്രസ് സമ്മതിക്കില്ല, അവൻ സതീശ് സമ്മതിക്കില്ല. അങ്ങനെ സംബന്ധിച്ച് ഈ വർഗം നന്നായി പോകും. നന്നാക്കി സമ്മതിക്കില്ല. ഞാൻ കോഴിയുടെ സ്വഭാവമാണേ. പുറത്തേക്കോട്ട് വീടേയില്ല, വീട്ടിൽ തന്നെ തീറ്റിയില്ല. മുസ്ലിം ലീഗിനെ ആ ചക്രം ഇല്ലാതെ, വളയില്ലാതെ, ആ വർഗീയ പേരിൽ നിർത്തി, ജാതി പേരിൽ നിർത്തിയിട്ട് തകർത്ത് കളയണം. ഈ നിലക്ക് പോയാൽ ഇത്തവണ ഈ മുസ്ലിം ലീഗിന് ഭരണത്തിൽ UDF ഭരണത്തിൽ വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഭരണത്തിലേക്ക് തീർന്നു, മുസ്ലിം ലീഗ് തീർന്നു. സങ്കടമാണ് നമുക്കത്. കാരണം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു. ആ പ്രസ്ഥാനം തകർന്നതിലും തകരാൻ പോകുന്നതിലും സങ്കടമുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഞങ്ങൾ നിരന്തരമായിട്ട് പറയുന്നത്. അല്ല, ഞങ്ങൾക്ക് വല്ല മുസ്ലിം ലീഗ് വിരോധം അല്ലെങ്കിൽ ആരെങ്കിലും വിരോധമുണ്ടോ? ഇത് നശിച്ചു പോകുന്ന ഈ വർഗം, ഈ സമയത്ത് നമ്മൾ 80-ൽ തുടങ്ങിയ
1980 തുടങ്ങി BJP ഇന്ന് കേരളം ഇന്ത്യ ഭരിക്കാണ് 2 ടേം കഴിഞ്ഞ് 3-ാം ടേമിലേക്ക്. ഈ മുസ്ലിം ലീഗ് 85-100 വർഷം പഴക്കമുള്ള മുസ്ലിം ലീഗ് എവിടെ എത്തി? ഇന്ന് ഇന്ത്യ യൂണിയൻ മലപ്പുറം ലീഗായിട്ട് അതമ്പച്ചില്ലടോ. ഇത് പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട്, സങ്കടമുണ്ട്. കാരണം നിങ്ങളാണ് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകർ. മൊത്തം ചില്ലറായിട്ട് കൊണ്ട് ഇബ്രാഹിം സുലൈമാൻ സേട്ട് പോലില്ലേ, ആ സംരക്ഷ ഏറ്റവും വീഴ്ച പറ്റിയാൽ, കുറുന്തോട്ടിക്ക് വാദം വന്നാൽ, വാദത്ത് ചികിത്സയാണ് കുറുന്തോട്ടി. ആ കുറുന്തോട്ടിക്ക് വാദം വന്നപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ സംഭവിക്കുന്നു. കുറുന്തോട്ടിക്ക് വാദം പിടിച്ചാൽ മുസ്ലിം ലീഗിന് വാദം പിടിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്നു. അത് അവരറിയുന്നില്ല. പുതിയ തലമുറയിൽ ഒരു നേതാവിന് വളർത്തിയിട്ടില്ല. ആ കൂടി നേതാവ് വന്നു. ഇപ്പം നമ്മുടെ ബീരാൻ്റെ മകൻ ഹാരിസ് ബീരാന, അദ്ദേഹം ഫിറ്റാണ്, അൺഫിറ്റല്ല, ഫിറ്റാണ്, കുഴപ്പമൊന്നുമില്ല. അതുപോലെ നല്ല വിദ്യാഭ്യാസമുള്ളവരും പിന്നെ ചെറുപ്പമായ ആൾക്കാർ വരട്ടെ. 10 പേര് വരട്ടെ, അതുപോലെ 12 പേര് വരും, 1 ഡസൻ പേര് വരട്ടെ. അടി കാരണന്മാരെയും ഒക്കെ മാറ്റി നിർത്ത്. ചെയ്യണ്ടോ? ഒരു ഷാജി ഉണ്ടല്ലോ മുസ്ലിം ലീഗിൻ്റെ, അത്യുഗ്ര പ്രസംഗൻ. എന്തെങ്കിലും ഒരു കൾച്ചറോ അല്ലെങ്കിൽ ഒരു ഇതുണ്ടോ? ഒരു ആവേശം കൊണ്ട്. ആവേശം കൊണ്ടവരും തീവ്രവാദികളൊന്നും ലോകത്ത് വിജയിച്ച ചരിത്രമില്ല. ചരിത്രം പഠിക്കുക, ഒരു 10,000 വർഷം ചരിത്രങ്ങൾ പഠിക്കുക. ആവേശം കാണിച്ചവരും തീവ്രവാദം പ്രവർത്തിച്ചവരൊന്നും ചിന്തിച്ചവരൊന്നും ലോകത്ത് വിജയിച്ചിട്ടില്ല. ലോകത്ത് വിജയിക്കണമെങ്കിൽ സമാധാനപ്രിയരും സ്നേഹമസലമായ പ്രവൃത്തിയായിരിക്കണം. ഞാൻ ഹാരിസ് ബീരാനെ ഓക്കെ, ഞാൻ അദ്ദേഹത്തെ ആളൊന്നുമല്ല. പക്ഷേ ഹാരിസ് ബീരാൻ ഞാൻ ആ കാര്യത്തിൽ സമ്മതിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് ഇപ്പം ഡൽഹിയിൽ പരിചയമുണ്ട്, അത്യാവശ്യം ഭാഷയൊക്കെ അറിയാം, കാര്യങ്ങളും അറിയാം, കൂടുതൽ വാചാലൊന്നും അല്ലെങ്കിലും. അങ്ങനെയുള്ളൊരു 1 ഡിസംബർ ലീഗിന് വരട്ടെ. എന്നിട്ട് നിങ്ങൾ പേരും മാറ്റി, മുസ്ലിം ലീഗ് എന്നുള്ള മുസ്ലിം എന്ന പേര് മാറ്റി വേറെ ദേശീയ ദാൽ വരൂ. നിങ്ങൾക്ക് അവസരം കിടക്കാണ്. നിങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം കേരളത്തിൽ ആകാം. ചോദിക്കണേ, നിങ്ങൾക്ക് കിട്ടുമത്. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. ആരുടെ കഴിവറിയില്ലാത്തില്ല. എന്നാൽ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ ഇപ്പം നിങ്ങളത് ഉപദേശിക്കില്ല. ഉപദേശം നന്നായി പോകും. എവിടെയാണത്? ഇപ്പം കണ്ടില്ലേ CPIയുടെ ആ എതിർപ്പും CPMൻ്റെ തന്ത്രപര തീരുമാനമൊക്കെ എത്ര ഭംഗിയായിട്ട് CPI ഒതുക്കി. CPI മാത്രമല്ല, പബ്ലിക് ജനങ്ങളെ ഒതുക്കി. ഇനിയിപ്പോൾ 6 മാസം കഴിയും. 6 മാസത്തിനകം എല്ലാം തീരും. കേരളത്തിൽ ഇലക്ഷൻ വരും, പഞ്ചായത്ത് ഇലക്ഷൻ കഴിയും, സംസ്ഥാന അസംബ്ലി ഇലക്ഷൻ എല്ലാം കഴിയും. 7 മാസം ഇനിയിപ്പോൾ പെൻഡിങ്ങിൽ വെച്ച് ഈ ഉപസമിതിയുടെ റിപ്പോർട്ട് വന്നെങ്കിൽ 1 കൊല്ലം പിടിക്കും. അതിലും BJP അറിയിച്ചിട്ടുണ്ട്, നിങ്ങൾ ശല്യം ചെയ്യില്ല, ഞങ്ങൾ ഇങ്ങനെ ഒന്നുകൂടി കയറിക്കോട്ടെ എന്ന് പറഞ്ഞ് മോഡി സമ്മതിച്ചിട്ടുണ്ട്, അമിത്ഷാ സമ്മതിച്ചിട്ടുണ്ട്. ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. അപ്പോഴേക്കും 1 വർഷം പിടിക്കും. അതിനും വേണ്ടി 2 ഇലക്ഷൻ കഴിയും. 2 ഇലക്ഷൻ കഴിഞ്ഞ് ഭരണം കിട്ടുകയാണെങ്കിൽ ഇട്ടുകൊണ്ടിരിക്കുമവരൊക്കെ. കിട്ടിയില്ലെങ്കിൽ പോവുകയും ചെയ്യും. ഭരണം കിട്ടുമെന്നും കിട്ടില്ലെന്ന് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഞങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ നോക്കിയിട്ട് കൃത്യമായിട്ട് യെസ് ഓർ നോ പറയാൻ പറ്റില്ല. കയറി കിടക്കാണ്, നിമ്നോന്നതമായിട്ട് കിടക്കാണ്. ഒരു ഒറ്റത്തിൽ ഈ ഫയലിൽ വന്നാൽ മറ്റേ UDF വരും, അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് അവസാനം വരെ അറിയാൻ പറ്റുള്ളൂ. അതാണ് അത് CPI പറ്റിച്ചറിഞ്ഞില്ലേ. CPI വീട് പോയി. CPIയുടെ തട്ടിപ്പാണ് ഇട്ടത്. CPI ഈ അച്ഛനും അമ്മയും അല്ലെ കുഞ്ഞായി മൂച്ചാർ പറഞ്ഞ പോലെ ഭാര്യയും ഭർത്താവും ഒത്തിട്ടുള്ള കളി പോലെയാണ്. അല്ല ഇതല്ല, ഇത് പബ്ലിക്ക് മുമ്പിൽ ആകാൻ വേണ്ടി അവർ പറഞ്ഞു. അപ്പോൾ സമ്മതിച്ചു. എന്നാൽ ശരി, അന്വേഷിച്ചു ഉപസമിതി. ഈ ഉപസമിതി റിപ്പോർട്ട് 1 വർഷം പിടിക്കും. അപ്പോഴേക്ക് 2 ഇലക്ഷൻ കഴിയും. അപ്പോൾ രണ്ടാളെന്താ, ഒന്നുകിൽ ഭരണം കിട്ടുമല്ലേ ഭരണം പോകും. ഭരണം കിട്ടിയാൽ പിന്നെ ഭരണം ഇല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് ഇരിക്കും. ഇതാണ് അവസ്ഥ. പബ്ലിക്കിനെ പറ്റിക്കാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ. പബ്ലിക്കിനെ, പൊതുജനത്തെ പറ്റിക്കുന്നതല്ല. കമ്മ്യൂണിസ്റ്റുകാർ, കോൺഗ്രസ്സുകാർ, BJPക്കാരല്ല, പബ്ലിക്കിനെയാണ് പറ്റുന്നത്. ഇപ്പം എല്ലാം സ്വസ്ഥമായി തോന്നില്ല. എന്താണ് ഇന്ത്യയിലെ അവസ്ഥ, കേരളത്തിലെ അവസ്ഥ? തമിഴ്നാട്ടിലുള്ളതിനേക്കാൾ 4-1 ഇവിടെ ഉള്ളവർ 4-1 കരണ്ടായിട്ടേ തമിഴ്നാട്ടിലുള്ളൂ. സ്റ്റാലിനൊക്കെ ഉണ്ടല്ലോ, അവിടെ നടത്തുന്നുണ്ടല്ലോ. ഇത്രയും ധിക്കാരം അടുക്കില്ല. ധാർഷ്ട്യമാണോ? ധാർഷ്ട്യല്ലേ? ആളില്ല. അപ്പോൾ മോഡിയുടെ ആൾക്കൂട്ട് യോഗത്തിൽ ആളില്ല, അതുപോലെ പിണറായി ആളുമില്ല. എന്നിട്ട് അവർക്കിത് മനസ്സിലായിട്ടില്ല എനിക്ക് പറ്റിയ തെറ്റെന്താന്ന്. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഓർക്കണേ. ഇവിടെ EMS നയനാരൊക്കെ മുഖ്യമന്ത്രി ആയിരുന്നു കേരളത്തിൽ. ആ സ്ഥാനത്താണ് ഇദ്ദേഹം ഇരിക്കുന്നത്. അതിൻ്റെ ഓച്ചാഞ്ചിക്കാർ, ആമ്പോളാനും കുറേ ആൾക്കാരും. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വരാണ്. ഏതെല്ലാം CPMൻ്റെ സ്ഥാനാർത്ഥികൾക്ക് നിങ്ങൾ ആലോചിച്ചോ, ഏതെല്ലാം സ്ഥലത്തിൽ കോടീശ്വരന്മാരുണ്ടോ അവരെല്ലാം സ്റ്റോപ്പിട്ടെടുത്തേക്കാണ്. അത് MLA കൊള്ളാം, പഞ്ചായത്തും കൊള്ളാം. അധ്വാനിക്കുന്ന വർഗം ആളാണ്.
പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു കല്യാണ വീട് ഒരു മരണ വീടൊക്കെ ഉണ്ടെങ്കിൽ അവർ തന്നെ വന്ന് ഷർട്ട് ഊരി ഇട്ടുകൊണ്ട് അവർ പണിയും, പ്രതിഫലം ഇല്ലാതെ, ലാഭേച്ഛയില്ലാതെ. ഇന്ന് നേതാക്കൾ വരുന്നൊക്കെ ബെൻസ് കാറിലും ഇമ്പാലക്കാറിലും ഒക്കെയാണ്. സുഖലോലുപരായി. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ധാർമ്മിക രോഷം ഒറ്റ മലയാളത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ സഭയുടെ പുരോഹിതന്മാരും CPM നേതാക്കളാണ് ഇത്രയും സുഖലോലുര്. പെണ്ണും മദ്യത്തിൻ്റെ മദ്യം മറ്റെല്ലാത്തത്. കോൺഗ്രസ്സുകാർ പെണ്ണ് പിടിക്കാൻ പോയാൽ മറ്റേ തന്നെ വിട്ടുകൊടുക്കും. തൃശ്ശൂർ നേതാവ് ഒന്നല്ല ഒരു സിനിമാടിയായിട്ട്, അപ്പോൾ ഇത്തരം വിട്ടുകൊടുത്ത പോലീസ് ഒന്നല്ലേ. പക്ഷേ സഖാക്കളെന്നല്ല, ഒരു സഖാ കൂടെ പോയി അവിടെ ഇറക്കുകയും മറ്റു സഖാക്കൾ കാവൽ നിൽക്കും. എനിക്ക് അറിയാവുന്ന കാര്യമുണ്ട്. എൻ്റെ ഒരു ബന്ധു പോയത് എനിക്കറിയാം. ബന്ധുവല്ല എൻ്റെ സുഹൃത്ത്, ബന്ധു തെറ്റിദ്ധരിക്കും സുഹൃത്ത്. അപ്പം അത് പോട്ടെ, അതൊക്കെ പരാതിയിലേക്ക് എത്തിയിട്ട് നമ്മൾ കുറ്റം പറ്റില്ല. അതൊക്കെ ഓരോ പണ്ട് കാഴ്ച പറഞ്ഞ് വ്യഭിചരിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇത് ബലാത്സംഗം ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ഉൾക്കൊണ്ട പാർട്ടിയാണ് കാൻഷാം BSP. അതിന് നേതാവ് പറഞ്ഞത് നിങ്ങൾ പെണ്ണ് പിടിച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ബലാത്സംഗമായിരുന്നു. പക്ഷെ ഇസ്ലാമിൽ അങ്ങനെയല്ല, പെണ്ണും പിടിക്കാൻ പറ്റില്ല. നിങ്ങൾ ഭാര്യയുമായിട്ട് അതിലേക്ക് ബന്ധപ്പെടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ വിവാഹം കഴിച്ചോ, കുഴപ്പമില്ല. ഇന്നിപ്പോൾ അതില്ല. ചിന്ന വീട് എത്രയാകാം, പക്ഷെ ഭാര്യ ഒന്ന് മാത്രം. ഇപ്പോൾ വേറൊരു നിയമം സുപ്രീം കോടതി ചർച്ചയ്ക്ക് വന്നെന്ന് കേട്ട് 18 വയസ്സ് കഴിഞ്ഞാൽ പ്രായപൂർത്തിയാകുന്നത്. അതുമായിട്ട് ഇഷ്ടപ്പെട്ട് ലൈംഗികമായിട്ട് ചെയ്യാലും അത് കേസെടുക്കും. ആ കുട്ടി സമ്മതിച്ചാലും ഇയാൾ പോക്സോ കേസ് എടുക്കും. അത് 15 വയസ്സാക്കണമെന്ന് ഒരുത്തൻ സുപ്രീം കോടതി കള്ളാസ് കൊടുത്ത് അത് ചർച്ചയിൽ വയ്ക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കല്യാണം നിങ്ങൾ കഴിക്കില്ല, അത് നിങ്ങൾ വ്യഭിചരിച്ചോ, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ വ്യഭിചാരം വർദ്ധിച്ച എന്ത് സമയത്ത് ലോകത്ത് തന്നെ അങ്ങനെ വർദ്ധിക്കുമ്പോൾ അപകടങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും കൂടുതൽ അനുഭവമല്ലേ. ഇത്ര കണ്ട് അതമ്പച്ചോയില്ലേ. ഇതൊക്കെ കറണ്ട് ആറ്റം പോലെ നല്ലതാണ്, അത് ദൂഷ്യമായാലോ? അത്ര ദൂഷ്യമുണ്ടോ? കമ്മ്യൂണിസ്റ്റ് എന്താ കോൺഗ്രസ് എല്ലാവരും സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞ് നിങ്ങൾ എവിടെ വേണമെങ്കിൽ വിജയിച്ചോ, കുഴപ്പമില്ല, നിയമം ഉണ്ടാക്കി. എന്താണ് ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ സ്റ്റാഫായിട്ട് എന്തൊരു പ്രശ്നം ആരോ പരാതിപ്പെട്ട്, അപ്പോൾ അതിന് രക്ഷപ്പെടാൻ വേണ്ടിയാണെന്ന് പറയുന്നത്. ശരി, നിങ്ങൾ പറയില്ല, കേൾക്കുന്നതാണ്. എല്ലാവരും മോറൽ വശം വീക്കാണ്, എല്ലാവരും പറഞ്ഞതല്ല. മതവിശ്വാസികൾ ഇപ്പം മതവിശ്വാസികളും അതല്ലെങ്കിലും ഞാൻ ഈ മുസ്ലിം സമുദായത്തിൽ ഈ പള്ളിയിലെ മദ്രസ അധ്യാപകരുടെ ഒരു കാര്യം പറയാം. ഞാൻ പണ്ട് ഒന്നുകൂടി പറയാം കേട്ടോ. ഇവിടെ പുതിയ നിയമമുണ്ട്, പോക്സോ കേസ്. പണ്ടൊക്കെ പല പള്ളികളിലോ അല്ലെങ്കിൽ പല എല്ലാ സ്ഥലത്തും ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും പിന്നെ മുസ്ലിം ആയാലും ഈ സുഡാബിക്കൊക്കെ കേട്ട് പിള്ളേരായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഇപ്പോൾ അങ്ങോട്ട് പോട്ടെ. ഇന്നത് വലിയ ഗൗരവമുള്ള കാര്യം പിടിച്ചാൽ 90-100 വർഷമൊക്കെയാണ്. എന്താ ചോദിച്ചാൽ ഒരു ആൺകുട്ടിയെ ഒരുത്തൻ തെറ്റ് തന്നെയാണ് 60 വർഷം 70 വർഷം 100 വർഷം ശിക്ഷ വിധിക്കുന്നത്, 4-5 ലക്ഷം രൂപ ഫൈനും. അവൻ്റെ ജീവിത കഥ ഞാൻ പുറത്തു വരുമോ? അവിടേക്ക് ചത്തുപോകല്ലേ. ഇതെല്ലാം സർക്കാർ കാശ് കൊടുക്കണം, ചെലവ് കൊടുക്കണം. അത് ഓൺ ദ സ്പോട്ട് ഷൂട്ട് ചെയ്തിട്ടായിട്ട് അങ്ങനെയൊക്കെ വരണം, അല്ലെങ്കിൽ സർക്കാരിന് പണം കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിയമമുണ്ട്. മൗലിമാരെ ഒന്ന് ശ്രദ്ധിക്കണോട്ടോ. പഴയതുപോലെ പൂട്ടച്ചെടുത്ത് പോയാലേ അകത്ത് എടുക്കും, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ദക്ഷിണ കേരളത്തിലെ ഒരു പശുവായിട്ട് ലൈംഗികത ഒരുത്തന്ന് 60 കൊല്ലത്തെ ശിക്ഷ ഇടപെട്ട് ഒരുത്തൻ. അത് മാനസിക രോഗമാണെന്ന് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ മാനസിക രോഗമാണെങ്കിൽ അവനെ ചെയ്യുന്നത് എങ്ങനെയാണ്? മാനസിക രോഗാശുപത്രി കിടക്കില്ലേ? അല്ല, ജയിലിട്ടേക്കാ 60-70 വർഷമായിട്ട് ഒരു പശുവായിട്ട് എന്തോ ബന്ധപ്പെട്ട്. ഇതാണ് കാലം. നിയമം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. കൊച്ചു മൊയിലിയാരെ വലിയ മൊയിലിയാർക്കാരും മൊയിലിയാരോട് മാത്രമല്ല മുസ്ലിം സമുദായത്തിലെ കാക്കാമാരോട് പ്രായമുള്ളവരോട് പറയണം, സംഗതി വളരെ മോശമാണ്, പഴയ അവസ്ഥയല്ല. നിങ്ങൾ ഒന്നും ഒതുങ്ങിയില്ലെങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം നിങ്ങൾ അങ്ങനെ നിങ്ങൾ സ്വയം പോകും ചെയ്ത് ആരും പറയേണ്ട ഒരു ശിക്ഷയില്ല. ഇതൊരു തെളിവ് ശിക്ഷയൊന്നും ഇല്ലാത്ത ഇപ്പോൾ സ്വയം പോകുന്ന യാതൊരു ശിക്ഷയില്ല. നിങ്ങൾക്ക് അങ്ങനെ പറ്റിലേക്ക് ചെയ്യണം, അല്ലെങ്കിൽ വിവാഹം കഴിച്ചോണം. മറ്റ് പണിക്ക് പോയാലേ ജയിലിൽ കിടക്കേണ്ടി വരും. ആദ്യമായിട്ട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറയണം. ഏതായാലും കോൺഗ്രസും ലാലും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഈ സമുദായത്തിന് വേണ്ട സഹായം ചെയ്തു കൊടുക്കണമെന്ന് പറയണം. ഇല്ലെങ്കിൽ അത് ആപകടം. ഞാൻ ഒരു കാര്യം കൂടി പറയാൻ നിർത്താം, ഒറ്റ വാക്ക്. ഇപ്പം നമ്മൾ ബീഹാർ ഇലക്ഷൻ എടുക്കുന്നത്, അവിടെ 20% മുസ്ലിങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ ഒവൈസിയുടെ പാർട്ടി വന്ന് ഒവൈസി തൊടുവില്ല. ഏറ്റവും വലിയ വർഗീയ തീവ്രവാദ ഫാസിസ്റ്റ് അങ്ങോട്ട് RSS രാജ്യം ഭരിക്കുന്നു, അതിനൊരു കുഴപ്പമില്ല. പക്ഷേ ഏതെങ്കിലും ന്യൂനപക്ഷം പ്രത്യേക മുസ്ലിം സംഘടനകൾ ഏതെങ്കിലും ഒരു പാർട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വർഗീയമാണ്, തീവ്രവാദമാണെന്നു തൊടുവില്ല. ഇതാണോടോ ലാലും മര്യാദ, ഇതാണോ രാജ്യവും മര്യാദ? നിങ്ങൾക്ക് പൂർവികരിൽ ചരിത്രം പഠിക്കുക. ചരിത്രം പഠിക്കാത്ത ചരിത്രം സൃഷ്ടിക്കില്ല. നിങ്ങൾ ജയപ്രകാശ് നാരായൺ കണ്ട് പഠിക്കണം. ജയപ്രകാശ് നാരായൺ എന്താ പറഞ്ഞത്? കോൺഗ്രസ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഇതിലുണ്ട്.
നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ വാക്ക് പ്രയോഗിക്കാൻ പറ്റില്ല? അപ്പോൾ എന്താ മുസ്ലിങ്ങൾ തൊടുവില്ലോടിക്കല്ല? അന്ന് ജയപ്രകാശ് നാരായൺ പറഞ്ഞാൽ ലീഗിൻ്റെ കാര്യമല്ല പറഞ്ഞ, മുസ്ലിം കാര്യമല്ല, RSSൻ്റെ കാര്യം പറഞ്ഞ. അതായത് RSSൻ്റെ നേതാവ് അദ്വാനിയും EMS രണ്ട് സൈഡിൽ അപ്പുറത്തും ഇപ്പുറത്തും, നടുക്ക് VP സിംഗ് അതിൻ്റെ നേതാവാണ്. അത് VP സിംഗും പ്രധാനമന്ത്രി. ഒരു കുഴപ്പമുണ്ടായില്ല. അങ്ങനെ രാജ്യം ഭരിച്ചു 1-2 വർഷമായിട്ട്. പക്ഷെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു പാർട്ടി സംഘം ഉണ്ടാക്കി ഉടനെ അവനെ വർഗീയവാദി തീവ്രവാദിയാക്കി. ഈ വേഷം കെട്ട് പൂട്ടുകച്ചവടം വേണ്ട കേട്ടോ. രാഹുലിനോടും പിന്നെ ലാലുവിൻ്റെ മോനോടും പറയണം, ഞങ്ങളുടെ വോട്ടിൽ നിങ്ങളുടെ ഭരണം എന്നുള്ളതല്ല, ആ പണി ഇനി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്താൻ നിൽക്കൂരായിരുന്നു. ജയ് ഹിന്ദ്. പോയി ഫിനിഷ്.